UDF സർക്കാർ അധികാരത്തിൽ വന്ന് ആദ്യം പ്രഖ്യാപിച്ച പദ്ധതികളിലൊന്നായിരുന്നു ഇന്ദിരാ ഗ്യാരണ്ടിയിൽ ഉൾപ്പെട്ട പ്രിയദർശിനി സൗജന്യ വനിതാ യാത്ര. എന്തായാലും അത് ഒരു മാസം പിന്നിടുകയാണ്. ഞാൻ ഇപ്പോൾ നിൽക്കുന്ന പ്രിയദർശിനി ബസ്സിലാണ്. എങ്ങനെയുണ്ട്? നല്ല അഭിപ്രായമാണ്. സ്റ്റുഡൻ്റ് എന്ന നിലയ്ക്ക് എനിക്ക് നല്ലതായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ഞാൻ പാലക്കാട് നിന്ന് തൃശ്ശൂർ വന്നാൽ പഠിക്കണേ. അപ്പോൾ രാവിലെയും വൈകുന്നേരവും പ്രിയദർശിനി കിട്ടുന്നുണ്ട്. നല്ലതത് കൂടുതൽ ബസ്സുകൾ വേണോ? ഉണ്ടെങ്കിൽ ദൂരം നിന്ന് വരുന്നവർക്ക് നല്ലതാവും. ഈ ഒരു മാസം കൊണ്ട് സമ്പാദ്യശീലമൊക്കെ വർദ്ധിച്ചു എന്ന് വരുന്നുണ്ടോ? ഡെയിലി പോകുന്നവർക്ക് ചിലപ്പോൾ അത് നന്നായിട്ട് സമ്പാദിക്കാൻ പറ്റുന്നുണ്ടാവും. കാരണം ഇപ്പോൾ സ്കൂൾ കുട്ടികൾ ജോലിക്ക് പോണ ഡെയിലി ബസ്സിൽ പോണ സ്ത്രീകൾക്കൊക്കെ അവർക്ക് ലാഭമായിട്ട് തോന്നും. നമ്മളെപ്പോഴെങ്കിലും യാത്ര ചെയ്യുന്നവരായതുകൊണ്ട് നമുക്ക് അതിൽ അത്ര വലിയ ഇത് തോന്നുന്നില്ല. ഓർഡിനറി ബസ്സുകളിൽ പോലും വിനോദസഞ്ചാരം നടത്തിയ വനിതകളും ഇക്കൂട്ടത്തിലുണ്ട്. നന്നായിട്ടുണ്ട്. എല്ലാ ടൂറിസ്റ്റ് കേന്ദ്രവും കണ്ടിട്ട് വന്നു. ഇപ്പം അടുത്തത് മൂന്നാർ പോയിക്കൊണ്ടിരിക്കുന്നു. എല്ലാ ഓർഡിനറിയിലാണ് പോയത്. ആണ്. പ്രിയദർശിനി പദ്ധതി നടപ്പിലായതോടുകൂടി ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലായ ഒരു മേഖലയാണ് സ്വകാര്യ ബസ് സർവീസ് മേഖല. ഇവരുടെ സംരക്ഷണം ഉറപ്പുവരുത്തണമെന്നും ചില വനിതകൾ ആവശ്യപ്പെടുന്നു. അവർക്കും ജീവിക്കണ്ടേ. കൂടുതൽ ബസ്സുകളിലേക്ക് വ്യാപിപ്പിക്കണമെന്ന് അങ്ങനെ ആഗ്രഹമുണ്ടോ? അത് ബുദ്ധിമുട്ടായിരിക്കും പ്രൈവറ്റ് ബസ്സുകൾക്ക്. പ്രൈവറ്റും സംരക്ഷിച്ചുകൊണ്ടുള്ള പദ്ധതി വേണം. അതെ. എല്ലാ വനിതകൾക്കും എന്നതിലുപരിയായി സാമ്പത്തിക ശേഷി കുറഞ്ഞവർക്കും അതുപോലെ തന്നെ ആനുകൂല്യം ലഭിക്കേണ്ടവർക്കുമായി മാത്രം പദ്ധതി നടപ്പിലാക്കണമെന്ന ചിലർ ഉന്നയിക്കുന്നുണ്ട്. സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന സ്ത്രീകൾ അല്ലെങ്കിൽ കുറച്ച് വികലാംഗരെ പോലെ അങ്ങനെയുള്ള അർഹരായവർക്ക് കിട്ടുന്നതാണ് കുറച്ചും കൂടി നല്ലത്. പ്രായമുള്ള പുരുഷന്മാർക്കും കൊടുക്കണമെന്ന് കുറേ സ്ത്രീകൾ വാദിക്കുന്നുണ്ട്. അതിനോട് യോജിക്കുന്നുണ്ടോ? യോജിക്കുന്നുണ്ട്. കാരണം അവർ മുതിർന്ന പൗരന്മാരല്ലേ, അവർക്കും ഒരു അവസരം കിട്ടുന്നത് നല്ലതാണ്. ജില്ലയിലെ അടക്കം മലയോര മേഖലകളിൽ ഏറ്റവും കൂടുതൽ സർവീസ് നടത്തുന്നത് KSRTC ബസ്സുകളാണ്, പ്രത്യേകിച്ച് ഓർഡിനറി ബസ്സുകൾ. ഇവയിലെ യാത്രക്കാരുടെ എണ്ണത്തിലും ഗണ്യമായ വർധനവുണ്ടെന്ന് കണ്ടക്ടർമാരും സാക്ഷ്യപ്പെടുത്തുന്നു. പ്രിയദർശിനി പദ്ധതി ഒരു മാസം പിന്നിടുമ്പോൾ KSRTCയുടെ നഷ്ടം 72 കോടി രൂപയാണെന്നാണ് കണക്കാക്കപ്പെടുന്നത്. എന്തായാലും പദ്ധതിയുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണ്. ആദ്യഘട്ടം മാത്രമാണ് നടപ്പിലായത്. വരും നാളുകളിൽ എല്ലാ ബസ്സുകളിലും സൗജന്യയാത്ര പ്രാവർത്തികമാകുമോ എന്ന ആകാംക്ഷയും സ്ത്രീകളടക്കമുള്ളവർക്ക് ഉണ്ട്. ക്യാമറമാൻ ആഷിഖ് വേലൂരിനൊപ്പം അഭിജിത്ത് തലച്ചിറ, TCV.